ആ ശ്രദ്ധിക്കുക ആരാണ് റൈറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കട്ടോ. ആ അപ്പൊ നമ്മുടെ ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞത് ഫർസാനും 1 ക്വസ്റ്റ്യൻ റെജിനിയാണ് ഇപ്പൊ കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ചില്ല തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് അല്ല ഫോർത്ത് ക്വസ്റ്റ്യൻ. സോറി, ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ്. ആദ്യം ഫർസാനാണ്. പരാബോളാണോ? കറക്റ്റ് ആൻസർ ആണ്, പാരാബോളയാണ്. ഫർസാനയ്ക്ക് 3 പോയിന്റ് ആയിട്ടാ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് മാത്തമെറ്റീഷ്യൻ ഡെവലപ്ഡ് കാൽക്കുലസ് ഇൻഡിപെൻഡന്റ്ലി അലോങ് വിത്ത് ഐസക് ന്യൂട്ടൺ? വിച്ച് മാത്തമെറ്റീഷ്യൻ ഡെവലപ്ഡ് കാൽക്കുലസ് ഇൻഡിപെൻഡന്റ്ലി അലോങ് വിത്ത് ഐസക് ന്യൂട്ടൺ? ആർക്കും ആൻസേഴ്സ് ഇല്ല? അപ്പൊ ആരും ആൻസർ പറയാത്ത കാരണം നമുക്ക് അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പോയിന്റ് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ആൻസർ ഞാൻ പറയാം. ആൻസർ വരുന്നത് ഗോഡ്ഫ്രൈഡ് വില്യം ലെബനീസ് ആണ്. ഗോഡ്ഫ്രൈഡ് വില്യം ലെബനീസ് എന്നുള്ളൊരു മാത്തമെറ്റീഷ്യൻ ആണ് കാൽക്കുലസ് ഐസക് ന്യൂട്ടന്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഹു ഈസ് നോൺ ആസ് പ്രിൻസ് ഓഫ് മാത്തമെറ്റിക്സ്? മാത്തമെറ്റിക്സിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. റെജിനിയാണ് ആദ്യം കൈപ്പൊക്കിയിട്ടുള്ളത്. അൺമ്യൂട്ട് ചെയ്യോ? രാമാനുജൻ അല്ല. റോങ് ആൻസർ. ഫർസാന വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. ഉത്തരം എന്താണ്? കൈപ്പൊക്കെ ആരെങ്കിലും ഒരാൾ ആൻസർ പറയൂ. ഗോസ് ആണോ? അല്ല, ആർക്കിമിഡീസ് ആണോ? അല്ല, അല്ല. കാൾ ഫ്രെഡറിക് ഗൗസ് ആണ്. ഏ കാൾ ഫ്രെഡറിക് ഗൗസ് ആണ്. അതെ അതെ അതെ. അതാരാ പറഞ്ഞത്? ആൻസർ പറഞ്ഞത് ആരാ? ഫർഹ. ഫർഹയ്ക്ക് 1 പോയിന്റ്. ആൻസർ കറക്റ്റ് കേട്ടോ. കാൾ ഗോസ് അതാണ് പ്രിൻസ് ഓഫ് മാത്തമെറ്റിക്സ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓയിലേഴ്സ് നമ്പർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് കോൺസ്റ്റന്റ് ഇൻ മാത്തമെറ്റിക്സ്. റൈറ്റ് ദ ഓയിലേഴ്സ് നമ്പർ ടു 3 ഡെസിമൽ പ്ലേസസ്. മാത്തമെറ്റിക്സിൽ ഒരു ഇമ്പോർട്ടന്റ് കോൺസ്റ്റന്റ് ആണ് ഓയിലേഴ്സ് നമ്പർ എന്ന് പറയുന്നത്. അതിന്റെ 3 ഡെസിമൽ പ്ലേസസിലേക്കായിട്ടുള്ള വാല്യൂ എന്താണെന്നുള്ളത് പറയാണ് ക്വസ്റ്റ്യൻ. കൈ പൊക്കിയത് ഫർഹയും പൊക്കിയിട്ടുണ്ട്, മുൻഷിദയും പൊക്കിയിട്ടുണ്ട്. അശ്വതി, അവര് നേരത്തെ ഇറേസ് ചെയ്യാത്തതാണ്. എന്ന് നേരത്തെ പൊക്കിയിട്ടതൊന്ന് ഇറേസ് ചെയ്യോ? നന്ദന ഇപ്പൊ കൈ പൊക്കിയിട്ടുണ്ട്. എന്താ നന്ദന ആൻസർ? 2.7182 എന്ന് തോന്നുന്നു. എന്താണ് 2.1728? കറക്റ്റ് ആൻസർ ആണ്. പറയുമ്പോ വീഡിയോ ഓൺ ആക്കിയിട്ട് പറയണം കേട്ടോ നന്ദന. കറക്റ്റ് ഓക്കെ ആൻസർ നന്ദന പറഞ്ഞത് 2.718 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മുടെ 7 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മള്. അപ്പൊ 7 ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇനി ഒരു 3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് മാത്തമെറ്റിക്കൽ ഒബ്ജക്ട് ഈസ് റിലേറ്റഡ് ടു രാമാനുജൻസ് തീറ്റ ഫംഗ്ഷൻ? വിച്ച് മാത്തമെറ്റിക്കൽ ഒബ്ജക്ട് ഈസ് റിലേറ്റഡ് ടു രാമാനുജൻസ് തീറ്റ ഫംഗ്ഷൻ? ഉത്തരം പറയുമ്പോ എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കുവോ? നമ്മൾ വീഡിയോ റെക്കോർഡ് ഒന്നും ചെയ്യുന്നില്ല. ഇത് ഉത്തരം പറയുമ്പോ മാൽ പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ ക്വസ്റ്റിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിക്കാവോ? ചില ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കോ? വിച്ച് മാത്തമെറ്റിക്കൽ ഒബ്ജക്ട് ഈസ് റിലേറ്റഡ് ടു രാമാനുജൻസ് തീറ്റ ഫംഗ്ഷൻ? കോമ്പസ്. അല്ല, തെറ്റായ ആൻസർ ആണത്. ഫേസ് ആണോ? അല്ല. വേറെ ആർക്കെങ്കിലും ആൻസർ ഉണ്ട്? ഫർസ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആർക്കെങ്കിലും അറിയോ? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ഇതായിരുന്നില്ലേ? ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് എലിപ്റ്റിക് ഫംഗ്ഷൻസ് എന്നായിരുന്നു. എലിപ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് മാത്തമെറ്റിക്കൽ ഒബ്ജക്ട് രാമാനുജന്റെ തീറ്റ ഫംഗ്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അറിയാം, ടഫ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ഒക്കെ വേണ്ടേ? അപ്പൊ ഇനി നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. 8 കഴിഞ്ഞു, 9. 8 കഴിഞ്ഞു. 9. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സൈഡ്സ് ഡസ് എ ഡോഡെകഹെഡ്രോൺ ഹാവ്? 12 ആണോ? ആദ്യം ആരാ കൈ പൊക്കിയത്? 12 ആണ്. ഫർസാന പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ നമ്മുടെ. വിച്ച് ബുക്ക് ഇൻസ്പയർഡ് രാമാനുജൻ ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്? രാമാനുജനെ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ ഇൻസ്പയർ ചെയ്ത ഒരു ബുക്ക് ഉണ്ട്. ഏതാണെന്നറിയോ? നന്ദന. ലീലാവതിയാണോ? അല്ല. ലീലാവതിയാണോ? അല്ല അല്ല. ആർക്കും ഉത്തരം അറിയില്ല? ക്വസ്റ്റ്യൻ തന്നെ കണ്ടുപിടിച്ചതാണത്. അപ്പൊ ഉത്തരം വരുന്നത് സിനോപ്സിസ് ഓഫ് എലമെന്ററി റിസൾട്ട്സ് ഇൻ പ്യുവർ മാത്തമാറ്റിക്സ്. സിനോപ്സിസ് ഓഫ് എലമെന്ററി റിസൾട്ട്സ് ഇൻ പ്യുവർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബുക്കാണ് രാമാനുജൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ 10 ക്വസ്റ്റ്യൻസ് നടത്തി. അതിൽ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് നമ്മുടെ ആൻസർ ചെയ്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസ് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതിൽ 4 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ട് ഫർസാനെയാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റജീന, ഫർഹ, നന്ദന ഇവരെല്ലാം ഓരോ ആൻസർ വീതം പറഞ്ഞിട്ട് സെക്കൻഡ് പ്ലേസിലാണ് ഉണ്ട്. നമുക്ക് ഫസ്റ്റിന് മാത്രമാണ് സമ്മാനമുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഫർസാനയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് സം ഫിസിക്കൽ സയൻസിലെ ഫർസാനയ്ക്കാണ് ഇന്നത്തെ മാത്തമാറ്റിക്സ് ഡേയുടെ ഭാഗമായിട്ടുള്ള ക്വിസില് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് ഫർസാന. അപ്പൊ നമ്മള് നെക്സ്റ്റ് അസംബ്ലിക്ക് അസംബ്ലിയിൽ നമ്മൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും ഫർസാനയ്ക്ക്. ഓക്കെ. അപ്പൊ ഈ ക്വിസിൽ മാത്തമാറ്റിക്സ് ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ക്വിസിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്നത്തെ ക്വിസ് വൈൻഡ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മിസ് പ്രിൻസി മിസ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഇന്ന് മാത്തമാറ്റിക്സ് ആണ്, നാഷണൽ മാത്തമാറ്റിക്സ് ഡേ. അദ്ദേഹത്തിന്റെ വലിയ കോൺട്രിബ്യൂഷൻസ് നമ്മളെ മാത്തമാറ്റിക്സിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. പക്ഷെ നമ്മളിന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം കുട്ടികൾ സെറ്റ് ചെയ്തു. നന്നായിരുന്നു. മാക്സിമം എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു. എന്തായാലും നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.